എക്സാം. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാര്യമാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എക്സാം, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം. അത് മാത്രമല്ല 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള എക്സാം അല്ലേ, അപ്പോൾ ആ ഒരു ലെവൽ എക്സാമിന് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ്. ശരിക്കും ഇത് ശരിയാണോ? അതവിടെ നിൽക്കട്ടെ. ഇനി ഗ്രൂപ്പ് ഡി എക്സാംസ് കൂടുതലും ക്രാക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത് എങ്ങനെയുള്ളവരാണ്? ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് പോയി എക്സാം എഴുതുന്നവരാണോ, അതോ കുറച്ചും കൂടെ ഹയർ ലെവൽ എക്സാംസ് എയിം ചെയ്തിട്ട് ജസ്റ്റ് ഗ്രൂപ്പ് ഡി അറ്റൻഡ് ചെയ്യുന്നവരാണോ? ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. NTPC പോലെയുള്ള കുറച്ച് ഹയർ ലെവൽ എക്സാംസ് നോക്കുന്നവരായിരിക്കും കൂടുതലും ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഗ്രൂപ്പ് ഡി മാത്രം നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്കൊപ്പം ഉള്ളത് ഹയർ ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്ത് വരുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ മാത്രം പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അത് മാത്രമല്ല, മുൻപൊക്കെ 3 വർഷം കൂടുമ്പോഴായിരിക്കും റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് വരുന്നത്. ഇപ്പോൾ എല്ലാ വർഷവും വരുന്നത് കൊണ്ട് തന്നെ വേക്കൻസീസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ല ഹയർ ലെവലിലായിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ളവരുടെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നിങ്ങളൊരു ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്രൂപ്പ് ഡിയുടെ സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ മാത്സ്, അതുപോലെ റീസണിങ്, സയൻസ് സബ്ജക്ട്സ്, GK ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മാത്സിനും റീസണിങ്ങിനുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ സയൻസ് സബ്ജക്ട്സും വരുന്നുണ്ട്, ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ എക്സാമിലും ഫോളോ ചെയ്ത് വരുന്നത്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇംഗ്ലീഷ് ഇല്ല, സയൻസ് സബ്ജക്ട്സ് കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇനി ഒരുപാട് പേരുടെ ധാരണയുണ്ട് PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ആ ഒരു ലാഘവത്തോടെ വന്ന് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത്. അതെങ്ങനെയാണോ നമുക്കൊന്ന് നോക്കാം. അത് ശരിക്കും അങ്ങനെയാണോ? അതാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ റെയിൽവേ എക്സാംസും PSC എക്സാമും ബാങ്ക് എക്സാംസും കൊടുത്തിട്ടുണ്ട്. ഓരോ സബ്ജക്ട്സും എത്രത്തോളം ഈ എക്സാംസ് കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതും ഉണ്ട്. ഓക്കെ, ഇതിൽ മാത്സ് റെയിൽവേ എക്സാംസിൽ 25% മുതൽ 30% വരെ വരുന്നുണ്ട്. പക്ഷേ PSC എക്സാംസിൽ 15 മുതൽ 20% വരെ മാത്രമേ മാത്സ് വരുന്നുള്ളൂ. ഇനി ബാങ്ക് എക്സാംസ് ആണെങ്കിൽ 35 മുതൽ 40% വരെ വരുന്നുണ്ട്. ഇനി റീസണിങ് ആണെങ്കിൽ റെയിൽവേ എക്സാംസ് 25 മുതൽ 30% വരെ വരുന്നുണ്ട്. സെയിം മാത്സിൻ്റെ അതേ ലെവലിൽ തന്നെ റീസണിങ്ങും വരുന്നുണ്ട്. ഇനി PSC എക്സാംസ് ആണെങ്കിൽ 20 മുതൽ 25% വരെയാണ് വരുന്നത്. ഇനി ബാങ്ക് എക്സാംസിൽ 35 മുതൽ 40% വരെ അത്രയും ഇമ്പോർട്ടൻസോടെ തന്നെ വരുന്നുണ്ട്. ഇനി GK നോക്കുവാണെങ്കിൽ റെയിൽവേ എക്സാംസിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, അതേസമയം PSC എക്സാംസിൽ കുറച്ച് കൂടുതലാണ്. ബാങ്ക് എക്സാംസിലും GK കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് വരുന്നത്. ഇനി സയൻസ് നോക്കുവാണെങ്കിൽ റെയിൽവേയിലും അത്യാവശ്യം നല്ലപോലെ ചോദിക്കുന്നുണ്ട്, അതുപോലെ PSC എക്സാംസിലും വരുന്നുണ്ട്, ബാങ്ക് എക്സാംസിലും ഇല്ല, അറിയാലോ. ഇനി ഇംഗ്ലീഷ് റെയിൽവേക്കില്ല, PSC എക്സാമിന് 10 to 15% ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമുക്ക് ബൈ ഹാർട്ട് ആയിട്ട് പോയി പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു എക്സാമേ അല്ല റെയിൽവേ എന്ന് പറയുന്നത്. ഇപ്പം PSC എക്സാംസിൽ കൂടുതലും GK ആണ്. GK എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ റെയിൽവേയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്സും റീസണിങ്ങും ആണ് കൂടുതലും ചോദിക്കുന്നത്. അതിന് അത്യാവശ്യം നല്ല പ്രിപ്പറേഷനും അതുപോലെ തന്നെ നല്ല പ്രാക്ടീസും ആവശ്യമുള്ള 2 സബ്ജക്ട്സ് ആണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എക്സാമിന് അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് പെട്ടെന്ന് നോക്കിപ്പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അതിന് മാത്സും റീസണിങ്ങും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു നോളജ് അതിലുണ്ടായേ പറ്റുള്ളൂ. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NTPC അതുപോലെ ഹയർ ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്കാർ വന്നിട്ട് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഗ്രൂപ്പ് ഡി മാത്രം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗ്രൂപ്പ് ഡി മാത്രം നോക്കുന്നവർ 18 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ NTPC പ്രിപ്പയർ ചെയ്യുന്നവർ 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഗ്രൂപ്പ് ഡി അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീസണിങ് നോക്കുകയാണെങ്കിലും ഗ്രൂപ്പ് ഡി മാത്രം നോക്കുന്നവർ 21 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ NTPC പ്രിപ്പറേഷൻ ചെയ്യുന്നവർ ഗ്രൂപ്പ് ഡി അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ 27 ക്വസ്റ്റ്യൻസോളം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് എല്ലാ സബ്ജക്ട്സും വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ NTPC പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ വന്ന് ഗ്രൂപ്പ് ഡിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ലൊരു നോളജ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഗ്രൂപ്പ് ഡി മാത്രം നോക്കുന്നവർ ആ ഒരു സീരിയസ്നെസ്സോടെ അത്യാവശ്യം ബേസിക്സ് മാത്രം നോക്കി അങ്ങനെയാണ് എക്സാം എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ടും ഒരു സൈക്കോളജിക്കൽ എഡ്ജ് വരുന്നുണ്ട് ഇതിൽ. മെയിനായിട്ടും കോൺഫിഡൻസിൻ്റെ കാര്യമാണ്. NTPC പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എക്സാം എഴുതാൻ നേരത്തെ അവരുടെ മനസ്സിലുള്ള ചിന്ത എനിക്ക് 90+ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ്. അതേസമയം ഗ്രൂപ്പ് ഡി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ ഞാനത് ക്ലിയർ ചെയ്യുമോ, ഞാൻ പാസ്സാവുമോ എന്നുള്ളതാണ്. അതാണ് ആ ഒരു കോൺഫിഡൻസിൻ്റെ വ്യത്യാസം.
കാര്യം NTPC പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കറിയാം അവർ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവർക്ക് ഗ്രൂപ്പ് ഡി എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വരുമ്പോൾ ഗ്രൂപ്പ് ഡി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അവർ എക്സാം എഴുതുമ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ ലെവൽ എന്താണെന്നുള്ളത്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ഗ്രൂപ്പ് ഡി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഒട്ടും സീരിയസ് അല്ല, അതല്ലെങ്കിൽ ഇത് ഭയങ്കര നിലവാരം കുറഞ്ഞ എക്സാം ആണെന്നുള്ള മൈൻഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രൂപ്പ് ഡി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഗ്രൂപ്പ് ഡി മാത്രം നോക്കുന്ന ഒരാൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഞാൻ പാസ്സാവും എന്നുള്ളതായിരിക്കും. അതേസമയം NTPC ആസ്പിറൻറ്റ് ഗ്രൂപ്പ് ഡി അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലേക്ക് 90+ കിട്ടും എന്നുള്ളതായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ആണ് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അത് ഈവൻച്വലി നിങ്ങളുടെ റിസൾട്ടിലും ഉണ്ടാവും. അപ്പം നിങ്ങൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസും കൂടുകയാണ്. അപ്പം ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ചെറിയൊരു സീരിയസ്നെസ്സോടെ എനിക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡിൽ പോയി അറ്റംപ്റ്റ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സപ്പോർട്ടാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അതും അവൈലബിൾ ആണ്. ദിശ അക്കാഡമി നിങ്ങൾക്കായിട്ട് അസ്ത്ര ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ RRB ഗ്രൂപ്പ് ഡി എക്സാംസ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഫീ വരുന്നത് 3,999 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2,999 അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അതും ആദ്യം അപ്ലൈ ചെയ്യുന്ന 50 പേർക്കാണ്. അപ്പം ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് എക്സ്പേർട്ട് ഫാക്കൽറ്റിയുടെ ക്ലാസ്സസ് ആണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ഗ്രൂപ്പ് ഡി എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വേഗം താല്പര്യമുള്ളവർ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പം RRB ഗ്രൂപ്പ് ഡി എന്നുള്ളത് നല്ല സീരിയസോടെ തന്നെ കാണേണ്ട ഒരു എക്സാമാണ്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും RRB ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.